പ്രഗത്ഭ വയലിനിസ്റ്റും തിരുവനന്തപുരം സ്വദേശിയുമായിരുന്ന ബാലഭാസ്കറിന്റെ ദുരൂഹ മരണം 2019 സംഭവിച്ചത്. അപ്പോൾ വർഷങ്ങൾ 5ഓളം കഴിഞ്ഞു. എന്നിട്ടും ആ വിഷയത്തിലുള്ള ദുരൂഹത ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പലപ്പോഴും മാധ്യമങ്ങളുടെ തലക്കെട്ടുകളാണ്. എന്തുകൊണ്ടാണ് ഇത് വീണ്ടും സംഭവം? എന്തുകൊണ്ടാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അതുപോലെ CBIയും അന്വേഷിച്ച ഒരു കേസിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളോട് വിശ്വാസം പ്രകടിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച സംശയങ്ങൾ വീണ്ടും വീണ്ടും ഉയരുന്നത്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഞാനിത് സംസാരിക്കാനുള്ള കാരണം, ഇന്ന് അതായത് ജനുവരി 14, 2025 കേരളകൗമുദി ദിനപത്രത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ ഇപ്പോൾ CBIയുടെ ചെന്നൈ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളുമായ അനന്തകൃഷ്ണൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് കേരളകൗമുദി ലേഖനം എഴുതിയ ഒരു വാർത്ത ഞാൻ കണ്ടു. ആ വാർത്തയിൽ പറയുന്നത് ബാലഭാസ്കറിന്റെ അപകടമരണം തന്നെയാണ്, അത് കൊലപാതകമല്ല, ആ അപകടം ആരും സൃഷ്ടിച്ചതല്ല. ഇതൊക്കെയാണ് CBI ഉദ്യോഗസ്ഥൻ ആവർത്തിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതൊക്കെ ആവർത്തിക്കേണ്ടി വരുന്നത്? CBIയുടെ അന്വേഷണത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട്. അതാണല്ലോ അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കാരണം ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ അന്വേഷണ ഏജൻസികൾ, കേരള പോലീസ് ആകട്ടെ CBI ആകട്ടെ, അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ജനങ്ങൾ മാത്രമല്ല, മരണപ്പെട്ട ബാലഭാസ്കറിന്റെ പിതാവും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കേസ് തൽക്കാലത്തേക്ക് കോടതി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പുതിയ തെളിവുകൾ വരുന്ന അടിസ്ഥാനത്തിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത്തരുണത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു നിരീക്ഷണം, ഇംഗ്ലണ്ടിലെ ലോർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലോർഡ് ഹെവാർഡ്, അദ്ദേഹം വളരെ പ്രശസ്തമായ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണ പ്രകാരം അദ്ദേഹം പറഞ്ഞത് ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ സീൻ ടു ഹാവ് ബീൻ ഡൺ എന്നാണ്. അതായത് നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയതായി ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ആര് ബോധ്യപ്പെടുത്തണമെന്നാണ് അത് ആ വാക്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ആരെ ബോധ്യപ്പെടുത്തണം? അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ട് ഏജൻസികൾ പരാജയപ്പെട്ടു? വളരെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ബാലഭാസ്കറിൻ്റെ മാനേജർക്കും ഡ്രൈവർക്കുമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഈ കേസിൽ ജനങ്ങളുടെ സംശയത്തെ ദൂരീകരിക്കാത്തതും. അതിനാൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് തങ്ങളുടെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കളങ്കത്തിൻ്റെ കറ കഴുകിക്കളയാൻ പറ്റാത്തതും. ഇവിടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായ തെളിവുകളോടുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇത് അവരുടെ മേലുള്ള ഈ ആരോപണം എന്നും നിൽക്കും, അത് സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുക. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ ഇയാളെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെടുത്തുന്ന രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കലാഭവൻ ഷോബി എന്ന ഒരു കലാകാരൻ ബാലഭാസ്കറെ കൊലപ്പെടുത്തിയതാണെന്നും അത് ചില അധോലോക അല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘങ്ങളാവാമെന്നും ഉള്ള സംശയം പ്രകടിപ്പിക്കുകയും താൻ സാക്ഷിയായി തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ അടുത്ത് ചെല്ലുകയും കോടതിയിൽ തന്നെ അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ ആ സംശയം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ പ്രകാശൻ തമ്പിക്ക് കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ പുറത്തു വന്നത്. രണ്ടാമത്തേത് ഡ്രൈവറായിട്ടുള്ള അർജുൻ. ആ ഡ്രൈവർ അർജുന് കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ഈ 1-2 മാസം മുമ്പ് വീണ്ടും അത് വ്യക്തമായി. അയാൾക്ക് മുമ്പും കള്ളക്കടത്ത് സംഘവും ക്രിമിനൽ കേസുകളിലും ഒക്കെ പ്രതിയായിരുന്നു, പോലീസ് കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് മലപ്പുറത്തുണ്ടായ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് വാർത്തകളിലെല്ലാം ഉണ്ട്. അപ്പോൾ
ഈ എന്തുകൊണ്ടാണ് ഈ ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സ്വർണ്ണക്കടത്തിലേക്ക് തിരിയുന്നത്? അതങ്ങ് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. CBI പറയുന്നത് ബാലഭാസ്കറിന്റെ മരണശേഷം മാത്രമാണ് പ്രകാശൻ തമ്പി സ്വർണ്ണക്കടത്തിലേക്ക് തിരിയുന്നതെന്ന്. അതങ്ങ് വെള്ളം ചേർക്കാതെ വിഴുങ്ങാനൊന്നും പറ്റില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ബാലഭാസ്കർ എൻ്റെ മാനേജരായിട്ടിരുന്ന ഒരാള്, സമൂഹത്തിൽ മാന്യതയും അതുപോലെ വലിയ ബന്ധങ്ങളും ഉള്ള ഒരാളായിരിക്കണം. ബാലഭാസ്കർ അത്ര അറിയപ്പെടുന്ന സംഗീതജ്ഞൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം തൊഴിൽ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് നിരവധി ബന്ധങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു വസ്തുത, ഈ വ്യക്തിക്ക് ഇത്ര നാളും താൻ നേടിയെടുത്ത സൽപ്പേര് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കളയാൻ അയാൾ തയ്യാറാകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്ക് പിന്നീട് ഭാവിയിൽ മറ്റെന്തെങ്കിലും സംഗീതജ്ഞന്മാരുടെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം അയാൾ കളയും? ഒരിക്കലുമില്ല. അപ്പോൾ തെളിഞ്ഞു വരുന്നത് അയാൾക്ക് മുമ്പ് തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. ബാലഭാസ്കറിനൊപ്പം നിൽക്കുന്ന കാലത്തും അയാൾക്ക് ബന്ധമുണ്ടായിരിക്കണം. ബാലഭാസ്കർ അതറിഞ്ഞിട്ടില്ലായിരിക്കണം. മാത്രമല്ല, വാർത്തകളനുസരിച്ച് അവസാന കാലഘട്ടത്തിൽ ബാലഭാസ്കർ ഇയാളെ മാറ്റാൻ ആലോചിച്ചിരുന്നു. അപ്പോഴായിരിക്കും ബാലഭാസ്കർ ഈ വിവരം അറിയുന്നത്. അതാണ് അതിലെ വസ്തുത. ഡ്രൈവർ അർജുൻ്റെ ബന്ധങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നെ ബാലഭാസ്കറിന്റെ തലയിൽ ആരാണ് അയാളെ കെട്ടിവെച്ചത് അത് അന്വേഷണ വിധേയമാക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ ക്ലാരിറ്റി വരുത്തേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ സംശയത്തിൻ്റെ നിഴലിൽ ഇന്നും നിൽക്കുന്നത്. പ്രകാശൻ തമ്പിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ബാലഭാസ്കറിന്റെ ഭാര്യ ഒരു ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകളിൽ തെളിഞ്ഞു വരുന്ന അവർക്ക് പ്രകാശൻ തമ്പിയെ സംശയമൊന്നുമില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്നും തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതായത്, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ബാലഭാസ്കറിന്റെ ഫോണും അതുപോലെ തന്നെ പേഴ്സും പിന്നെ പ്രകാശൻ തമ്പിയുടെ കൈവശമാണ്. അത് തങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയുടെ അമ്മ പ്രകാശൻ തമ്പിയോട് പറയും. പ്രകാശൻ തമ്പി പറയുന്നു, ഞാൻ പേഴ്സ് ഉടനെ തിരിച്ചു തരാം, പക്ഷെ ഫോൺ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസം ഞാൻ വെച്ചേക്കും എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ കുടുംബം അത് സമ്മതിച്ചു? ഇപ്പൊ എൻ്റെ ഫോണ് വേറൊരാൾ കൈവശം വെച്ചേക്കാമെന്ന് അയാൾ പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ സമ്മതിക്കില്ലല്ലോ, ലോകത്താരും സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ എന്തിന് നിങ്ങൾ ഇത് കൈവശം വെച്ചു എന്ന് എന്തുകൊണ്ട് ഈ വീട്ടുകാർ ചോദിച്ചില്ല? എന്തിനായിരിക്കണം ഇയാൾ ഈ ഫോൺ കൈവശം വെച്ചത്? ന്യായമായും ഫോണിലെ റെക്കോർഡുകൾ നശിപ്പിക്കാനാണ് എന്നൊരാൾ സംശയിച്ചാൽ അതെങ്ങനെ തെറ്റു പറയാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന്, ഏതൊക്കെ കോളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്, അവസാനമായി പോയ കോളുകൾ ഏതൊക്കെയാണ്, ഇതിലെ വാട്സാപ്പ് ചാറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലെ SMS മെസ്സേജുകൾ എന്തൊക്കെയാണ്, ഇതിൽ സൂക്ഷിച്ചിരുന്ന ഫോട്ടോകൾ എന്തൊക്കെയാണ്, അത് മാത്രം മതി ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കാനും. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനൊരു കാര്യം, ഒരു ഫോൺ കൈവശം വെട്ടതും ആ ഫോൺ എന്തുകൊണ്ടാണ് സൂക്ഷിക്കാൻ അനുവദിച്ചതും? ഇത് സംശയം വർദ്ധിപ്പിക്കുകയും മാത്രമല്ല ഈ സംശയം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ ദുരൂഹത മാറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ മറ്റൊരാളുടെ അല്ല. അതായത് ഏജൻസികളുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് അവർ തന്നെയാണ്. അപ്പം ഇതിൽ വീണ്ടും വീണ്ടും പത്രങ്ങൾ പ്രസ്താവന നടത്തിയുണ്ടോ, അല്ലെങ്കിൽ എന്നെ കണ്ടാൽ കിണ്ണം കെട്ട പോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഒരാൾ, കലാഭവൻ ഷോബി എന്ന ഒരാളിനെ നിരന്തരമായിട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, ഒരു സാക്ഷി എന്നുള്ള നിലയിൽ ഒരാൾ ഒരു മൊഴി തരാൻ വന്നാൽ അയാള് മറ്റെന്തെങ്കിലും മോട്ടീവോട് കൂടിയാണെങ്കിൽ അത് തെളിയിക്കട്ടെ. അയാൾക്ക് മറ്റെന്തെങ്കിലും ദുരൂഹ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച രേഖകൾ പുറത്തുവിടട്ടെ. അതൊന്നും എന്താണ് അന്വേഷണ ഏജൻസികൾ ചെയ്യാത്തത്? അപ്പം മൊത്തത്തിൽ ഞാൻ പറയുന്നത്, കോടതി പോലും ആ ഒരു കലാഭവൻ ഷോബിക്കെതിരെ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ച ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി വരെ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർത്തും ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമം നടന്നു എന്നൊരു തോന്നലാണ് വരുന്നത്. ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടത് അന്വേഷണ ഏജൻസികളുടെ ചുമതലയാണ്. എങ്ങനെയാണ് ഇപ്പോൾ CBI ചോദിക്കുന്നത്, ഒരു അപകടം നടന്നാൽ ഒരാൾ മാത്രമായിട്ട് എങ്ങനെയാണ് കൊല്ലപ്പെടുക എന്ന്? വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ, പുറകിൽ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ
അയാളെ അപായപ്പെടുത്താനായിട്ട് ഒരു ആക്സിഡൻറ്റ് സൃഷ്ടിക്കുകയും സ്വയം രക്ഷപ്പെടുകയും ചെയ്യാനൊക്കെ പറ്റും. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ. ഒരിക്കൽ മിഡിൽ ഈസ്റ്റിലെ GC ഗൾഫിലെ ഒരു രാജ്യത്തിലെ രാജാവായിരുന്ന ഒരാൾ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ഒരൊറ്റ വ്യക്തി മാത്രമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ആ അപകടം CIA സഹായത്തോടു കൂടി സൃഷ്ടിച്ചതാണ് എന്നായിരുന്നു അന്നത്തെ കാലത്തെ വാർത്ത. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഒരു അപകടത്തിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരാൾ മാത്രം കൊല്ലപ്പെടുന്ന രീതിയിൽ ഒരു അപകടം, കാരണം ബാക്കിയുള്ളവരെല്ലാം സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുകയും ഒരു വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പുറകിൽ കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ അപകടത്തിൽ പെടുത്താം എന്നുള്ളൊരു സാമാന്യ ബുദ്ധി പലർക്കും ഉണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഈ അന്വേഷണ ഏജൻസിയുടെ വാദഗതികളൊന്നും പലപ്പോഴും വിശ്വാസത്തിലെടുക്കാതെ ജനം വിശ്വസിക്കാത്തത് പ്രാഥമികമായ സംശയങ്ങൾക്ക് പോലും മറുപടി തരാൻ അന്വേഷണ ഏജൻസികൾക്ക് തയ്യാറാകാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പറയുന്നത് എന്താ, വിശ്വസിച്ചാൽ ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ്, ഇത്തരം ഒരു മനോഭാവം, അതായത് ഇതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്കറിയാം, നീയൊന്നും കൂടുതൽ സംശയം ചോദിക്കേണ്ട, സംശയം ചോദിച്ചാൽ നിന്നെയൊക്കെ കേസെടുത്ത് അകത്തിടും, ഈ രീതിയിലുള്ളൊരു മനോഭാവം, ഒരു വാക്കുകളിലുള്ളൊരു ധ്വനി, അത് പ്രകടമാവുന്നതുകൊണ്ടാണ് ഇത് ജനം പലപ്പോഴും വിശ്വസിക്കാത്തത്. ഇത്തരം സംശയങ്ങൾക്ക് മറുപടി തരാത്തിടത്തോളം കാലം അന്വേഷണ ഏജൻസികൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കും. സംശയം മറ്റൊരു വിഷയമായി നിങ്ങളെ അടുത്ത തവണ കാണുന്നതുവരെയും നമസ്തേ.